വെൽക്കം ടു സാലോം ലേണിംഗ്. അനറ്റമിസ് ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തവണ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ടെക്സ്റ്റ് ബുക്കിനായിരിക്കും നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക്സ് എന്ന നിലയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാമെന്നാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിവേ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഡിഫറെൻറ്റ് ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ലൈറ്റ് എന്ന് പറയുന്ന ഒരു എനർജി യൂസ് ചെയ്തിട്ടാണ്. ഈ ലൈറ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ അത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് എന്നും നമുക്കറിയാം. ദാറ്റ് ഈസ് ട്രാവൽ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. പക്ഷേ ഈ പല ഒബ്ജക്റ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്താൽ പല ഒബ്ജക്റ്റുകളും ലൈറ്റിനെ പാസ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ വീട് നോക്കുവാണെങ്കിൽ വീട്ടിൽ എന്തുണ്ടാവും? വിൻഡോ ഗ്ലാസ് ഉണ്ടാവും. ഈ വിൻഡോ ഗ്ലാസ്സിലൂടെ ലൈറ്റ് നല്ല സ്മൂത്ത് ആയിട്ട് കടന്നു പോകും. അതേസമയം പല ഓയിൽഡ് പേപ്പറും കാനും നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് കുറച്ച് മാത്രമേ പാസ് ചെയ്യുള്ളൂ. അതായത് ലൈറ്റിനെ പാർഷ്യലി ആയിട്ടാണ് ആ ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്ത് വിടുന്നത്. ഇനി അതേസമയം വല്ല വുഡൻ ബ്ലോക്കോ അല്ലെങ്കിൽ നല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലും നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലൈറ്റിനെ പാസ് ചെയ്യത്തേയില്ല. അതായത് ലൈറ്റിനെ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഒബ്ജക്റ്റിനെ മൂന്നായിട്ട് തരംതിരിക്കും. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കാം കേട്ടോ. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് ആണ്. എന്താണ് ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ്? എന്താണ് ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ്? ദ ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ. അതായത് ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കടത്തിവിട്ടാൽ അത്തരം ഒബ്ജക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ഒബ്ജക്റ്റുകളിലൂടെ നമ്മൾ നോക്കിയാൽ നമുക്ക് നല്ല ക്ലിയർ വിഷനും പോസിബിൾ ആവും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് നോക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്? നമുക്കൊന്ന് നോക്കിയാലോ. മിസ് നേരത്തെ മക്കളോട് പറഞ്ഞു ചില ഒബ്ജക്റ്റുകൾ ലൈറ്റിനെ കടത്തിവിടത്തില്ല, അവ കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. അത്തരം ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ നോട്ട്ബുക്ക്, വുഡൻ പീസ്, അതുപോലെ തന്നെ ടൈൽസ്, കാർഡ്ബോർഡ് ഒക്കെ എന്താണ്? ലൈറ്റിനെ പാസ് ചെയ്യാത്തതാണ്, ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ നോക്കിയാൽ നമുക്ക് അവിടെ വിഷൻ പോസിബിൾ അല്ല, നമുക്ക് ഓപ്പോസിറ്റ് ഉള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കില്ല. ഇനി മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ഒബ്ജക്റ്റുകളെ നമ്മൾ വിളിക്കുന്നതാണ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഒബ്ജക്റ്റിൽ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താൽ ആ ഇൻസിഡന്റ് ചെയ്ത ലൈറ്റിൽ കുറച്ച് ലൈറ്റിനെ മാത്രമേ അത് പാസ് ചെയ്യാൻ അനുവദിക്കത്തുള്ളൂ അല്ലെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ഒബ്ജക്റ്റ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി ആർ കോൾഡ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്. അതിനും കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഗ്ലാസ്, ടിഷ്യൂ, വാക്സ് പേപ്പർ, ഓയിൽ പേപ്പർ അവയൊക്കെ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ 3 ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റുകളെയും അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു CBSE സിലബസ് മാറുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകളൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇത് ഒരു ബേസിക് ഐഡിയ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവായ കുട്ടി ടോപ്പിക്കുകൾ, കുട്ടി തിയറീസ് ഒക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ പഠിക്കുക. അതുപോലെ നമ്മുടെ ക്ലാസ് 5 CBSE യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഓരോ സബ്ജക്റ്റിൻ്റെയും ചെറിയ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. എല്ലാം നല്ല രീതിയിൽ പഠിക്കുക, അടിപൊളിയാവുക കേട്ടോ. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.